രാജമോഹൻ ചേട്ടാ, ഇന്ന് രാവിലെ മുൻ മന്ത്രിയും അതുപോലെ CPM-ന്റെ മുതിർന്ന നേതാവുമായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഒരു പ്രസ്താവന എല്ലാ ചാനലുകളിലും വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റും മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ആ വാർത്ത വളരെ ഗൗരവത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: AK ബാലനും സജി ചെറിയാനും പറഞ്ഞത് അംഗീകരിക്കാനാവില്ല. ബാലനും സജി ചെറിയാനും പറഞ്ഞത് വസ്തുതയല്ല. ലീഗ് അമുസ്ലിങ്ങളെ ഏതെങ്കിലും ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ടോ എന്നും പാലോളി മുഹമ്മദ് കുട്ടി ചോദിച്ചു. മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് കൊണ്ട് മാത്രമാണോ ലീഗ് ജയിക്കുന്നത്? ലീഗിനെതിരെ വെള്ളാപ്പള്ളി പറയുന്നത് അംഗീകരിക്കാനാവില്ല. AP വിഭാഗത്തിൻ്റെ UDF സ്നേഹത്തിൽ ചില കാര്യങ്ങളിൽ അവർക്ക് UDF-മായി ഐക്യമുണ്ടാകാമെന്നും പാലോളി പറയുന്നു. ഒരു വിഭാഗം അങ്ങോട്ടടുക്കുമ്പോൾ മറുവിഭാഗം ഇങ്ങോട്ടടുക്കുന്നത് കാണാതെ പോകരുത്. EK വിഭാഗത്തിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ LDF-നാണെന്നും നമുക്ക് ഇതിനെ എങ്ങനെ കാണാം? പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്നത് ഒരു തലമുതിർന്ന നേതാവാണ്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള നേതാവാണ്. 1996 നായനാർ മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്നു. CPM-ലെ ഒരു നല്ലൊരു ഇമേജുള്ള, ഒരു ക്ലീൻ ഇമേജുള്ള മന്ത്രിയാണ്. കാരണം നമുക്കറിയാം, ഈ സജി ചെറിയാനും ബാലൻ്റെയൊക്കെ പ്രസ്താവന ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്, ഭയങ്കര ഒരു നെഗറ്റീവ്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു അവമതിപ്പ് അറിയാവുന്നത്. അപ്പം നമുക്കിതിനെ എങ്ങനെ വിലയിരുത്താം? ബാലനും സജി ചെറിയാനും പറഞ്ഞത് മറ്റാരുടെയും സംസാരമല്ല പുറത്തു വന്നത്, പിണറായി വിജയൻ്റെ മനസ്സിലിരിപ്പാണ് പുറത്തു വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇലക്ഷൻ എടുക്കുകയാണ്. പിന്നെ ഖങ്ങൾ മാവിൽ പെരുകും വസന്തി, പക്ഷികളെല്ലാം വസന്തകാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാവിലേക്കും ഒക്കെ ചെല്ലും. അതുപോലെ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള മുന്നണിയിലേക്ക്, പാർട്ടിയിലേക്ക് മാറാൻ നേതാക്കന്മാർ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത്തവണ ഇന്നലെ വരെ ഇല്ലാത്ത വ്യത്യാസമായി UDF-ലേക്ക് ധാരാളം ആൾക്കാർ പോകുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ KV തോമസ്, മുരളി, അങ്ങനെ അനിൽകുമാർ, പോയി, പ്രശാന്ത് തുടങ്ങിയവരെല്ലാം കോൺഗ്രസിൽ നിന്നും CPM-ലേക്കും BJP-യിലേക്കും പോയപ്പോൾ, സരിനൊക്കെ പോയപ്പോൾ, ഇപ്പോൾ തിരിച്ച് അവരുടെ ഐഷാപോറ്റി ഉൾപ്പെടെയുള്ള പലരും എങ്ങോട്ടാണ് വരുന്നത്? UDF-ലേക്കും കോൺഗ്രസിലേക്കും വരികയാണ്. അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രസ്താവന പറയുന്നത്, ഒന്ന്, AK ബാലനും സജി ചെറിയാൻ്റെയും സ്റ്റേറ്റ്മെൻറ്റുകൾ പാർട്ടിക്ക് നയവിരുദ്ധമാണ്, പാർട്ടിയുടെ നയമല്ല. അപ്പോൾ ഈ പ്രശ്നം അന്ന് ആരും പറഞ്ഞിട്ട് അല്ല, സജി ചെറിയാൻ പറഞ്ഞത്, ക്ഷമിക്കണം, ബാലൻ പറഞ്ഞത് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട ഭയങ്കര ഗുരുതരമായ പരാമർശം നടത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കും കാര്യങ്ങൾ പറഞ്ഞു. സജി ചെറിയാൻ പറഞ്ഞത് മലപ്പുറത്തും കാസർഗോഡും ജയിച്ചവരെ കണ്ടാലറിയാൻ അവർ എന്താണെന്ന്, അതായത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് മുസ്ലിം വിഭാഗത്തെ ഒരു മുസ്ലിം വിരോധം ആളിക്കത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അല്ല, അതെന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് CPM-ൻ്റെ പ്രവർത്തനത്തിൽ തന്നെ അതില്ലേ. ഇപ്പോൾ ബീഫ് ഫെസ്റ്റിവൽ കോഴിക്കോട് നടത്തി. എന്തിനാണ് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത്? കോഴിക്കോട് ബീഫ് ഫെസ്റ്റിവൽ നടത്തണമെന്നല്ല പറയുന്നത്, കോഴിക്കോട് എന്തിനാണ് നടത്തിയത്? ആ സംഭവം ഉണ്ടായ എവിടെയാണ്? മധ്യപ്രദേശിലും ഹരിയാനയിലും ഉണ്ടായത്. ഉത്തർപ്രദേശ് അവിടെ നടത്തുന്നതിന് പകരം കേരളത്തിൽ മലപ്പുറത്തും യാതൊരു പ്രശ്നമില്ലാതെ കോഴിക്കോടും മലപ്പുറത്തും കൊണ്ട് ബീഫ് ഫെസ്റ്റിവൽ നടത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ സമൂഹത്തെയും ജാതിയെയും വർഗീയതയും മതത്തെയും സൗകര്യപൂർവ്വം ഈ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ട് കൂട്ടിയാൽ മതി. ആരുടെ? ബാലൻ്റെ, സജി ചെറിയാൻ്റെയും. ഇപ്പോൾ CPM-ലേക്ക് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകളെ മുഴുവൻ കൺസോളിഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ കുറച്ചെങ്കിലും കിട്ടുമെന്ന് നോക്കാനാണ് സജി ചെറിയാനെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ഈ പോളിസി വർക്കൗട്ട് ചെയ്യുന്നത് പിണറായി, ശശി, വിട്ടാസ് ടീമാണ്, പാർട്ടിയല്ല ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. അതിൽ മോഡിയായിട്ടുള്ള ഒത്തുതീർപ്പുകൾ നടത്തുന്നത്, PM-ശ്രീ ഒത്തുതീർപ്പ് നടത്തുന്നതും പാർട്ടിയല്ല, ഈ കോക്കസാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇവിടെ പാലോളി മുഹമ്മദ് കുട്ടി വർഷങ്ങളായി ത്യാഗത്തിൻ്റെ രാഷ്ട്രീയം ഇങ്ങനെ മുസ്ലിമായിട്ടോ ഹിന്ദുവായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ രാഷ്ട്രീയ നേതാവായിട്ട് മാത്രം കണ്ടാൽ മതി, പാലോളിയെ കണ്ടാൽ മതി. അപ്പോൾ പാലോളി ഇപ്പോൾ സൂചിപ്പിക്കുന്ന എന്താ പറയുന്നത്? AP പറയുന്ന കുറേ കാര്യങ്ങൾ, AP സുന്നി വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ താല്പര്യം കാണാൻ ലീഗുമായിട്ടും പരസ്പരം ബന്ധപ്പെട്ടേക്കാം, വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്നുള്ള മട്ടിലാണ് പാലോളി പറയുന്നത്. അതിൻ്റെ അർത്ഥം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പോക്കിനെ പാലോളി സപ്പോർട്ട് ചെയ്യുന്നു. നാളെ പാലോളിക്കും വേണമെങ്കിൽ കോൺഗ്രസിലേക്ക് അതിനുള്ള ഒരു വാചകം തുറന്നു വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത പണി പിണറായി വിജയൻ്റെ അടുത്ത പണിയാണ് ഇങ്ങനെ പോകുന്നവരെ തടഞ്ഞു നിർത്താന്നുള്ളതിന് വേണ്ടി ഇവരെ അപ്പീൽ ചെയ്യുന്ന എന്തെങ്കിലും പരിപാടിയായിട്ട് പിണറായി വരും. അവസാനം എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ അല്ല, ഈ ഒരു 10-12 ദിവസം മുമ്പ് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിയാണ് പോളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ വെച്ചുണ്ടായിരുന്നു. അന്ന് MA ബേബി അതിൽ തീരുമാനമായത്
നേതാക്കൾ ഒരു കാരണവശാലും ഇലക്ഷൻ കാലമാണ്, വിവാദ പ്രസ്താവനകൾ നടത്തരുത്. ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന, ജനങ്ങളെ മോശം തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാക്കരുതെന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ആ ഒരു യോഗത്തിലുണ്ടാവുകയും ചെയ്തു. മാത്രമല്ല അതിനുശേഷമാണ് ഈ പറഞ്ഞ സജി ചെറിയാൻ്റെ ഭാഗത്തുനിന്നും ബാലൻ്റെയും ഭാഗത്തു നിന്നൊക്കെ പരാമർശങ്ങൾ ഉണ്ടായതെന്നും ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. ഇവരെല്ലാം ബാലനും സജി ചെറിയാൻ അത്രയല്ല, AK ബാലനും വിജയരാഘവൻ ഇവരെല്ലാം EMS സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞ CPM-ലെ ആ ഒരു ചിന്താധാരയുടെ ബൈ പ്രൊഡക്റ്റാണ്. അവസരവാദമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. വെള്ളിയാഴ്ച അവധി ദിവസം അറബിക്ക് പ്രാധാന്യം കൊടുത്തുള്ള വിദ്യാഭ്യാസ നയം മലപ്പുറം ജില്ലയിലെല്ലാം പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട് ആരും മേടിച്ചു? EMS മേടിച്ചു. അതുപോലെ തന്നെ EMS-ന് ആ സപ്പോർട്ട് പോരാ, ഹൈന്ദവ സപ്പോർട്ട് വേണമെന്ന് വന്നപ്പോൾ എന്നാ ചെയ്തെന്നറിയോ? ശരീഅത്തിനെ അവരെ തള്ളിപ്പറഞ്ഞു. ശരീഅത്തിനെ വരെ തള്ളി EMS പരസ്യമായിട്ട് പറയുക. അന്ന് ആവശ്യം ഹിന്ദു വോട്ടായിരുന്നു കിട്ടേണ്ടത്. അപ്പോൾ ഓരോ സമയത്തും ഏത് വിഭാഗത്തിൻ്റെ വോട്ടാണോ കിട്ടണേ അവരുടെ താല്പര്യത്തിന് അനുകൂലമായി പറയുന്ന സ്വഭാവം നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ. മാത്രമല്ല രാജമോഹൻ ചേട്ടൻ, എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈഴവ വോട്ടുകൾ വൻതോതിൽ BJP-യിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ. ആലപ്പുഴയിൽ തന്നെ ഹരിപ്പാടും കായംകുളവും CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച AM ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് പോയി. ശോഭാ സുരേന്ദ്രൻ 2-ാം സ്ഥാനത്തേക്ക് വന്നു. അതായത് പ്രത്യേകിച്ച് കായംകുളം എന്ന് പറയുന്നത് CPM-ൻ്റെ കോട്ടയം, CPM-ന് നല്ല വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. കൂടുതൽ തവണ ഈ നിയമസഭയിൽ മത്സരിച്ച് ജയിച്ചേക്കുന്നത് ആറ്റിങ്ങലും നല്ല രീതിയിൽ ഈഴവ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു. അതായത് BJP-യിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ 3 ലക്ഷത്തിനടുത്ത് വോട്ടാണ് പിടിച്ചത്. തൊട്ട് മുമ്പ് നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ 1.5 ലക്ഷത്തിൽ താഴെ വോട്ടാണ് KS രാധാകൃഷ്ണൻ പിടിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈന്ദവർക്കിടയിൽ തന്നെ അങ്ങനത്തെ ഒരു വികാരം, അതായത് AM ആരിഫിന് അല്ലെങ്കിൽ CPM-നെതിരെ ഒരു വികാരം വന്നു കഴിഞ്ഞു. അത് അങ്ങനെ കൂടി നമുക്ക് ഇതിനെ മനസ്സിലാക്കേണ്ടതല്ലേ? അല്ല, ഹൈന്ദവരെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ 2 മാർഗ്ഗമേ ഉള്ളൂ. മുസ്ലിംസിനെ തെരുവ് പറയുക, അതായത് BJP മുസ്ലിമിനെ തെരുവ് പറഞ്ഞ് ഹൈന്ദവരെ കൺസോളിഡേറ്റ് ചെയ്യാൻ പോകുന്നത് അതേ മോഡിയുടെ അതേ സ്റ്റൈൽ തന്നെ. അതാണിപ്പോൾ വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നിയോഗിച്ചിരിക്കുക. വെള്ളാപ്പള്ളിക്ക് എന്ത് പ്രാധാന്യം ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഇവരാരെങ്കിലും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞു? അതാണ് പാലോളി കൂട്ടി വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? വെള്ളാപ്പള്ളി ശരിയായില്ലെന്ന് പറയുന്നത്. അല്ലാണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞ തെറ്റാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധം ഇദ്ദേഹത്തെ കാറെ കെട്ടിക്കൊണ്ടുപോയി അവിടെ പരിപാടി നടത്തിയത് തെറ്റാന്ന് പറഞ്ഞോ? അത് പറയാൻ തന്നെ കാണിക്കണം. ഇപ്പോൾ തരൂരിനെ പറ്റി ഇത് പറയുന്നുണ്ട്. കോൺഗ്രസ്സുകാരാണ് പറയാൻ തരൂർ ഇന്ന ചെയ്ത് തെറ്റാണ്, ഇന്ന രീതി. അതുപോലെ വെള്ളാപ്പള്ളിയുടെ കാര്യം, വെള്ളാപ്പള്ളി പിണറായി ബന്ധത്തെക്കുറിച്ച് പറയാൻ ആര് ബാധ്യസ്ഥരാണ്? പാലോളി ബാധ്യസ്ഥരാണ്. അല്ല, പാലോളി വെള്ളാപ്പള്ളിയുടെ മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞത് ശരിയായി. വെള്ളാപ്പള്ളി ഇവിടെ പിണറായി വിജയന്റെ കൂടെ കാറാ കയറിപ്പോയി ശബരിമല സംഗമത്തിൽ പോയി പറഞ്ഞ് അവിടെ തൊട്ടാണ് അത് പറഞ്ഞില്ല. പക്ഷെ മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങൾ ശരിയായില്ല. അതിൽ പറയുന്നുണ്ട്. രാവിലെ ഞാൻ കണ്ടു ഏഷ്യാനെറ്റ് ന്യൂസിൽ കൊടുത്ത ബൈറ്റിൽ വെള്ളാപ്പള്ളിക്കെതിരെ പറയുന്നുണ്ട്. അതായത് വെള്ളാപ്പൻ്റെ അനവസരത്തിലായിപ്പോയി. കാരണം ഒന്നുകൂടി വായിക്കാൻ ഞാൻ കണ്ടത്. അല്ല, അപ്പോൾ ഇതിൻ്റെ അകത്ത് പാലോളി അഹമ്മദ് കുട്ടി ഒരു കൃത്യമായ ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നു. സത്യസന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം വന്നിരിക്കുന്നു. അതായത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സൗകര്യപൂർവ്വം ജാതിയും മതത്തെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ, നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് നാളെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഭയങ്കരമാണ്, അതിഭയങ്കരമായ പ്രത്യാഘാതം. നമുക്കിതിനെ പുറകോട്ട് വിളിക്കാൻ പറ്റിയില്ല. 2 സമുദായങ്ങൾ തമ്മിൽ അകന്ന് പോയി പുറത്ത് തുടങ്ങി ഒരറ്റത്തെ ഒരുത്തൻ്റെ വീട് കത്തിക്കാൻ തുടങ്ങുമ്പോൾ മറ്റേ ചെയ്തെങ്കിൽ വേറെ വീട് കത്തിക്കാൻ തുടങ്ങും. ഇത് രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കും. അപ്പോൾ കേരളം കത്തണ്ടായെങ്കിൽ അടിയന്തരമായി പിണറായി വിജയൻ്റെ വർഗീയ പ്രീണന രാഷ്ട്രീയം ഉപേക്ഷിച്ച, ഏത് ഭാഗത്തെയാണെങ്കിലും പ്രീണന രാഷ്ട്രീയം ഉപേക്ഷിച്ചേ മതിയാവും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നിരക്കാത്ത രീതിയിൽ, ഒരു ഇടതുപക്ഷ പുരോഗമനവാദിക്ക് നിരക്കാത്ത രീതിയിൽ പിണറായി വിജയൻ എങ്ങനെയെങ്കിലും അധികാരം എന്നുള്ള ലൈനിലേക്ക് കൊണ്ടുപോയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളാപ്പള്ളിക്ക് ഇത് പറയാനുള്ള ധൈര്യം കിട്ടിയത് പിണറായി വിജയൻ്റെ നിലപാടിൽ നിന്നാണെന്ന് സത്യമുണ്ട്. പല കാര്യങ്ങളും. വേറെ കാര്യം പറയുന്നുണ്ട്. ഈ സജി ചെറിയാനായാലും AK ബാലനായാലും ഈ പല വർഗീയ പരാമർശങ്ങൾ നടത്തിയത് അതൊരു സ്ലിപ്പ് ഔട്ട് നാവുപിഴയല്ല, പർപ്പസ്ഫുള്ളി ബോധപൂർവം CPM നടത്തിയ ഒരു ഇതാണ്. കാരണം ഇപ്പോൾ സജി ചെറിയാനെന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു ജനപ്രതിനിധിയാണ്. ബാലൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഹൈന്ദവ കമ്മ്യൂണിറ്റിയാണ്. സ്വാഭാവികമായിട്ടും ഇത് ബോധപൂർവം, അതായത് ബോധപൂർവം ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെടണം എന്നുള്ളത് CPM-ൻ്റെ ഒരു ലൈൻ തന്നെയാണ്. ആ ലൈൻ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർ ബോധപൂർവം പർപ്പസ്ഫുള്ളി നടത്തിയ പരാമർശങ്ങളായിട്ട് വേണം
അത് അരിയിട്ടിട്ട് ചോറ് വെന്തോന്ന് നോക്കാനായിട്ട് 1-2 ഇട്ട് ഞെക്കുന്ന പോലെ അതെ. ഒരു ടെസ്റ്റ് കേസായിട്ട് സജി ചെറിയാനും കെ ബാലനും ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിരിക്കുകയാണ്. അതിനെ ഹൈന്ദവ സംഘടനകൾ പരസ്യമായിട്ട് നാളെ വെള്ളാപ്പള്ളിക്കോ NSSനോ CPM സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർ ആയുധമായിട്ട് എടുക്കുന്ന ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. ഇവിടെ മറിച്ച് ഒരു ധാരണ അവരെത്തിയിട്ടുണ്ട്. ഇന്നത്തെ കേസിൽ യാതൊരു കാരണവശാലും മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിലെ വോട്ട് ഇടതുപക്ഷത്തിൽ കിട്ടില്ല. അപ്പോൾ ആ വോട്ട് തള്ളിക്കളഞ്ഞിട്ട് പിന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഹിന്ദു വോട്ട് വേണം, അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടെ നമ്മുടെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പിയേഴ്സൺ സാറുണ്ടല്ലോ, NM പിയേഴ്സണും പറഞ്ഞു അത് വരുന്ന ദിവസങ്ങളിൽ ഇനിയുള്ള ഇലക്ഷൻ കാലം വരെ, പ്രത്യേകിച്ച് പോളിംഗ് ഡേ വരെയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ പോളിംഗ് ഡേ വേണമെന്നൊന്നുമില്ല, ഇവർക്ക് ഏത് സമയത്തും വർഗീയത ഇവർക്ക് മൊത്തക്കച്ചവടം. അതല്ല, ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് കഴിയുമ്പോൾ ഒതുങ്ങും, പിന്നെ അടുത്ത പാർലമെന്റ് ഇലക്ഷൻ ആകുമ്പോൾ പിന്നെയും തുടങ്ങും. അപ്പോൾ ഇലക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെ, ഇത്തരം ഇഷ്യൂസ് അതുപോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ഇവിടെ സമുദായങ്ങളെ വെച്ചുള്ള കളിയിൽ CPM വലിയ തിരിച്ചടി കിട്ടാൻ പോകും, വലിയ തിരിച്ചടി. ഇപ്പോൾ കരുണാകരനെ പറ്റി ഒത്തിരി ആരോപണങ്ങൾ പലരും പറയുന്നുണ്ട്. കരുണാകരൻ തിരുവനന്തപുരത്തു നിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോഴോ ഗുരുവായൂർക്ക് പോകുമ്പോഴോ ചങ്ങനാശ്ശേരി, അതായത് NSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ കൂടെ MC റോഡിൽ കൂടെയും അല്ലെങ്കിൽ ഇപ്പുറം നാഷണൽ ഹൈവേ കൂടെ വെള്ളാപ്പള്ളി കണിച്ചോളം കൂടെ പല പ്രാവശ്യം പോന്നിട്ടുണ്ട്. പക്ഷെ കരുണാകരൻ അവിടെയൊന്നും കയറി അറ്റൻഡൻസ് വെച്ചായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഉണ്ടോ? എന്തേ? കരുണാകരൻ ഇവരുടെ പണക്കാട് തങ്ങളുടെ വീട്ടിൽ പോകുന്നതിനെ പറ്റി കരുണാകരനോട് ചോദിച്ചു. എറണാകുളത്തെ പത്രക്കാർ ഒറ്റ കാര്യം പറഞ്ഞു, പണക്കാട് തങ്ങളും ഒരു ഘടകകക്ഷിയാണ്, മുന്നണിയുടെ ഘടകകക്ഷിയുടെ നേതാവിനെ ഞാൻ കാണാൻ പോയത്, തങ്ങളെ കാണാൻ പോയെന്നല്ല പറഞ്ഞത്. അതെ, അങ്ങനത്തെ നിലപാടെടുക്കാൻ ഇവിടുത്തെ നേതാക്കന്മാർക്ക് കഴിയുമെങ്കിൽ എവിടെ പോകുന്നതിനും കുഴപ്പമില്ല, അവർ സ്വയം വിൽക്കാതിരുന്നാൽ മതി. ഇത് കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടി ഓരോ സമുദായ സംഘടനയുടെയും നേതാക്കന്മാരുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ കാറെ കയറ്റിക്കൊണ്ട് പോകുന്നതിന് പിണറായി വിജയന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു മെസ്സേജ് കൊടുക്കണം. അത് ഒരു മെസ്സേജാണത്. അല്ല, അത് മാത്രമല്ല, ഈ 1990 ഞാനൊരു വായിച്ചതാണ്, 1996 ഹസ്കർ പറഞ്ഞതാണ്. BN ഹസ്കർ ഉണ്ടല്ലോ, ഇപ്പൊ ചാനൽ ചർച്ചകളിൽ ഇടത് നിരീക്ഷകൻ, ഇടത് സഹയാത്രികനായി ഇനിയിപ്പോ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പേരിലായിരിക്കും ഹസ്കർ അറിയപ്പെടുക എന്നാണ് പുള്ളിക്ക് ആഗ്രഹം. അപ്പോൾ ഹസ്കർ പറയുന്നുണ്ട്, 1996 തെറ്റ് തിരുത്തൽ രേഖയിൽ പറയുന്നുണ്ട്, ജനപ്രതിനിധികൾ അവരുടെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വകാര്യ വ്യക്തികളെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെയോ സാമുദായിക നേതാക്കളെയോ അല്ലെങ്കിൽ മറ്റു XY അവരെയൊന്നും വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകരുത്. അതൊരു തെറ്റായ സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുക. ആ ഒരു പിണറായി വിജയൻ വയലേറ്റ് ചെയ്തിരിക്കുന്നതും ആ ഒരു എന്താണ് പറയുന്നത്, പാർട്ടി നയമല്ല പിണറായി വിജയൻ നടപ്പാക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ പിണറായി വിജയനാണ് പാർട്ടിയായപ്പോൾ പിന്നെ പാർട്ടി നയം നടപ്പാക്കുന്ന പിണറായി വിജയൻ ചെയ്യുന്നതെല്ലാം പാർട്ടി നയമാവും, അതറിയത്തില്ലേ? പിണറായി വിജയനാണ് പാർട്ടി. അല്ല, ഞാൻ സാന്ദർഭികമായിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പിണറായി വിജയനാണ് പാർട്ടി, അപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നതെല്ലാം പാർട്ടിയുടെ നയമാണ്. ഇപ്പോൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പണ്ട് എല്ലാം തിരുത്താൻ ഒരു അച്യുതാനന്ദനുണ്ടായിരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് മതി ഒരു അച്യുതാനന്ദൻ, ഇവനൊക്കെ വീട്ടിൽ ഇരുന്നേനെ. പക്ഷെ അങ്ങനെ പറയാൻ നേതാവില്ല. ഇന്ന് ഈ കണ്ണടച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുക, അത്രമാത്രം. ആ രീതിയിൽ ഇവിടെ തകർന്ന് പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ പാലോളി അഹമ്മദ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ ഒന്ന് ഉപദേശം കേൾക്കാൻ പറ്റുന്ന മനസ്സല്ല CPM, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ വേണേൽ തള്ളിപ്പറയാൻ ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടി തയ്യാറാകും. അതെപ്പോൾ തള്ളിപ്പറയുന്നു കാത്തിരുന്നതാണോ?